where the students can't add 2 and 2 and they go to Harvard. They want remedial math, and they're going to teach remedial math at Harvard. Now, wait a minute. So why would they get in? How can somebody that can't add or has very basic skills, how do they get into Harvard? Why are they there? And then you see those same people picketing and screaming at the United States and screaming at, they're anti-Semitic or they're something. ഗുഡ് ഈവനിംഗ് അമേരിക്ക. വിശ്വവിഖ്യാതമായ ഹാർവാർഡ് സർവകലാശാല മികവുറ്റ നിരവധി വിദ്യാർത്ഥികളെ വാർത്തെടുത്ത സരസ്വതി ക്ഷേത്രം. അവിടെ പഠിക്കുകയെന്ന സ്വപ്നവുമായി എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളുടെ കടയ്ക്കൽ കത്തിവെച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഹാർവാർഡ് പോലൊരു സർവകലാശാല പഠിപ്പിക്കുന്നത് 2-4 അതുപോലും അറിയാത്തവരെങ്ങനെ ഇവിടെ പഠിക്കുന്നുവെന്നാണ് ചോദ്യം. ഇതിലും വലിയൊരു അപമാനം നേരിടാനുണ്ടോ ഹാർവാർഡിന്? എന്നാൽ ഈ തീരുമാനം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് മുൻ റിസർവ് ബാങ്ക് ഗവർണർ ഡോക്ടർ രഘുറാം രാജൻ മുന്നറിയിപ്പ് നൽകുന്നു. വിദ്യാർത്ഥി വിസകൾ തിരിച്ചുവിളിക്കുന്നതിലൂടെ എന്താണ് ട്രംപിന്റെ ലക്ഷ്യം? അമേരിക്കയിൽ നടക്കുന്നത് എന്താണ്? വിദേശ വിദ്യാർത്ഥികളേത് എങ്ങനെ ബാധിക്കും? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. വിലങ്ങിട്ട വിദ്യാർത്ഥി വിസകൾ. ഇന്നത്തെ എന്റെ അതിഥികൾ സാന്റാ മോണിക്കയുടെ ചെയർമാനും MD-യുമായ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ, ഇന്റർനാഷണൽ ലോയർ പ്രേം വേലായുധൻ, കൊളംബിയ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ഷോൺ എബ്രഹാം എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേലിലേക്കാണ്. ശ്രീ ഡെന്നി തോമസ്, എത്രയധികം വിദ്യാർത്ഥികളാണ് അമേരിക്കയിലേക്ക് ഓരോ വർഷവും എത്തുന്നത്? അതിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചെല്ലുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. നമുക്കറിയാം, പോയ വർഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കണക്കുകളിൽ ഒരു കുറവ് വരുന്നുണ്ട്. പക്ഷെ ആ കുറവ് വരുന്നുണ്ടെങ്കിൽ പോലും ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ കൈവിരിച്ചു നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ, അത് എല്ലാ അക്കാദമിക ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ആ ഒരു ലിബറൽ ഫ്രീഡം ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ ട്രംപിൻ്റെ ഈ ഒരു തീരുമാനം അതെങ്ങനെയായിരിക്കും യൂണിവേഴ്സിറ്റികളെയും വിദേശ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 11-12 ലക്ഷം സ്റ്റുഡൻസ് ആണ് അമേരിക്കയിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ ഓരോ ആവറേജ് ആയിട്ട് ഓരോ വർഷവും ഇവിടുന്ന് കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് $42 ബില്യൺ ഒരു വലിയ ബിസിനസ് ആണ് അവിടെ അവസാനിക്കുന്നത്. മാത്രമല്ല, ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റികൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളുള്ള രാജ്യമാണ് US എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് താൽക്കാലികമായ ഒരു തീരുമാനം മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഇന്ത്യയിൽ നിന്ന് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപേക്ഷ കൊടുത്തും ഫീസ് അടച്ചും ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ആശങ്കാകുലരാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ ലോകത്ത് മുഴുവനും ഒരു ഞെടുക്കിയ വാർത്തയായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുക. കാരണം ഈ ഇൻഡസ്ട്രി വളരെ കാലമായി വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതനുസരിച്ച് എപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് താൽക്കാലികമായ ഒരു തീരുമാനമാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളെല്ലാം ഇതിനെ കാണുന്നത്. കാരണം ഇത് കുറച്ചൊക്കെ ഒരു കറക്ഷന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇതൊരു പെട്ടെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയോടുള്ള ഒരു വിരോധം തീർക്കുന്ന രീതിയിൽ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിട്ടും ഇതിനെ കണക്കാക്കാവുന്നതാണ്. അതെ, പക്ഷേ ഈ പറയുന്നത് പോലെ ഹാർവാർഡ് മാത്രമല്ല, സ്റ്റാഫോർഡും കൊളംബിയ യൂണിവേഴ്സിറ്റിയും ഒക്കെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചതാണ്. ശ്രീ പ്രേം വേലായുധൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു താൽക്കാലിക തീരുമാനമായി കണക്കാക്കാനാകുമോ? എന്തായിരിക്കാം ഈ തീരുമാനത്തിന് പിന്നിൽ? വിദേശ വിദ്യാർത്ഥികളെ ഏറെ ബാധിക്കുന്ന ഒരു തീരുമാനമാണല്ലോ. അപ്പോൾ ഈ വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വിസ ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരൊരു പ്ലാൻ ബി ഇല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ഭാവി? പലരും ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള പഠനത്തിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ വീണ്ടും ഒരു കുറേ കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമോ? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം വിസകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് പറയുന്നത്. ആ രീതിയിലായിരിക്കുമോ? ഇതൊരു ടെമ്പററി പോസ് മാത്രമേ ആവുന്നുള്ളൂ. ഇന്ന് രാവിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പോക്സ് വുമൻ അവര് പറഞ്ഞിട്ട് ഉള്ളത് അഡീഷണൽ സോഷ്യൽ മീഡിയ വെറ്റിംഗിന് വേണ്ടി ഒരു പോസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പോസ് it doesn't affect any current applicants. And ഇനി ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്
they can apply. The only thing is, there is going to be a backlog and there is going to be a delay in the appointments. Apo either a complete termination on US is completely reversing its policy against student visas അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതില് രണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. One is this policy is specifically directed to China. ചൈനയുടെ സ്റ്റുഡൻസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇവിടുന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഫിലിയേഷൻ ഉണ്ട്. സോ ദാറ്റ് ഇസ് എ മേജർ കൺസേൺ. അങ്ങനത്തെ ആൾക്കാർക്ക് വിസ കൊടുക്കരുത് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികള് they should actually follow the law and പ്രത്യേകിച്ച് ആന്റി സെമിറ്റിക് ആയിട്ട് ഇസ്രയേലിനെ എതിരായിട്ട് ഉള്ള ഒരു പൊസിഷൻ എടുക്കരുത്. പിന്നെ ഈ റയറ്റിംഗ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. പിന്നെ വേറെ എന്ത് ക്രൈംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യരുതെന്ന് ഉള്ള ആ ഒരു പോളിസി, ഇതൊക്കെ നമ്മൾ സ്റ്റുഡന്റ് വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോ സൈൻ ചെയ്തിട്ട് യെസ് എന്ന് അഗ്രി ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ വന്ന് ജീവിക്കണം. എന്ന് വെച്ചാൽ ഗെറ്റിംഗ് എ വിസ ആൻഡ് കമ്മിങ് ഹിയർ ആൻഡ് റിസൈഡിങ് ഹിയർ ഈസ് എ പ്രിവിലേജ്, അല്ലാതെ ഒരു റൈറ്റ് അല്ല. ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഈ ടെമ്പററി വിസയിൽ വരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഒരു ജാഗ്രത ഉണ്ടാവണം. ദാറ്റ് ഈസ് നോട്ട് ടു വയലേറ്റ് എനി ലോസ് ഓഫ് ദ കൺട്രി. ഇവിടെ എന്തിനാണ് വന്നിരിക്കണ അത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് ചെയ്യണം. അതിനിടയ്ക്ക് റയറ്റ്സും പ്രൊട്ടസ്റ്റും ഇതിനൊക്കെ പോവാണെങ്കിൽ ആ വിസ ഏത് കൺട്രി ആണെങ്കിലും, US മാത്രമല്ല, ഇന്ത്യയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും ഇന്ത്യയിൽ നിന്നും ഡിപ്പോർട്ട് ചെയ്യും, വിസ ക്യാൻസൽ ആകും. സോ ഇറ്റ്സ് എ നോർമൽ തിങ്. ഇത് ഇത്രയും കാലം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത് കർശനമായിട്ട് അത് നോക്കിയിട്ടില്ല. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഗവൺമെന്റ് കുറച്ച് കർശനമായിട്ട് നോക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിന്റെ അണ്ടർലൈങ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 1960s-ലും 70s-ലും സ്റ്റുഡന്റ് റയറ്റ്സ്, വിയറ്റ്നാം വാറിന് എതിരെയുള്ള സ്റ്റുഡന്റ് റയറ്റ്സ് വളരെയധികം എക്സ്പ്ലോർഡ് ആയിട്ട് അത് ഗവൺമെന്റിനെ വളരെയധികം ബാധിച്ചു ആ സമയത്ത്. It actually prevented Johnson from actually contesting the election after that. അപ്പോ ഈ റയറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ അലൗ ചെയ്തെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇറ്റ് വിൽ എഫക്ട് ദ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു റീസൺ കൂടിയാണ്. ശരി, താങ്ക് യു. ശ്രീ ഷോൺ, ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ള ഒരു ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ചൈനയെയാണ് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ചൈനയെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ഇന്ത്യൻ സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു 500-ലേറെ എന്നാണ് നമുക്ക് ലഭിക്കുന്ന അനൗദ്യോഗിക കണക്കുകൾ. അവരുടെ വിസ റദ്ദാക്കപ്പെട്ടു. ബോസ്റ്റണിലൊക്കെ പല ഇന്ത്യൻ സ്റ്റുഡൻസിനെയും അവർ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന വഴിയിൽ അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ സയൻസും പല സോഷ്യൽ സയൻസിൻ്റെ പല ബ്രാഞ്ചുകളും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കാര്യങ്ങളെ കണ്ട് ക്രിട്ടിസൈസ് ചെയ്ത ഓരോ പൊളിറ്റിക്കൽ ഐഡിയോളജിയെയും അത് വിമർശനാത്മകമായി ചർച്ച ചെയ്ത് പഠിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ ഡിസ്കഷൻസും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെയാണ് അവരുടെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു പഠനകാലം, അതിനാണല്ലോ അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് വിദ്യാർത്ഥികൾ പറയുന്നത്, ഈ റോഡ് മെമ്മറൈസേഷൻ അല്ലാതെ തിയറികൾ മാത്രം പഠിക്കാതെ കാര്യങ്ങൾ സംസാരിച്ചും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തും പലരുമായി ചർച്ച നടത്തിയും എതിർക്കാവുന്ന കാര്യങ്ങൾ എതിർത്തും പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിച്ചും ഒക്കെയാണല്ലോ ഓരോ വിദ്യാർത്ഥിയും അവരുടേതായ ഒരു ആശയധാരയും ഒരു നിലപാടും ഒക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ അത്തരത്തിൽ ഉള്ള ചിന്താഗതികൾ വിദ്യാർത്ഥികളിൽ വേണ്ട എന്നാണോ? അത്രയധികം, അതായത് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു മൂല്യത്തിന് അത്രയധികം പ്രാധാന്യം നൽകുന്ന അമേരിക്ക പോലൊരു രാജ്യം സ്റ്റുഡൻസിന് മേൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരാമോ? This privilege that is given to the students to come here is just what it is, a privilege. And these students are allowed to express their thoughts, whether it's online or in person. But there is a fine line between expressing your thoughts online, whether it's using what you studied, and desecrating the campuses, desecrating the streets, and just causing outright destruction. And what we see here is its administration taking a firm stance. He recognized what happened last year. If you recall, we spoke last year on this show back when the previous president was in control, and we saw riots and protests and just firm destruction of campuses. And this is what the president was elected on, preventing these from happening, taking a firm stance and preventing our universities from being desecrated, but being a place where education can thrive. And what the administration has made clear with the stance is if you're here to study, you are allowed to study, and you are not allowed to simply destroy property. What this administration is saying here is it's as if you're accepting someone into your house. You invite a guest over. You wouldn't want to invite someone over who based on social media or what they believe is a firm denier, or they hate you a lot, or they hate your stances. You wouldn't want them in your house. And that's the same thing with this administration, what they're doing. We look back to what happened last month, where almost 22 Indian students' visas were revoked, and they were subsequently deported back to India as they were participating in protests and violent attacks in UT Dallas, University of Texas, Dallas. And what we need to focus on here is this visa stance is, as Mr. Prem mentioned, simply a pause. They will allow these students to come back. They will allow these students to apply for visas. But once we look at their social media, I mean, we don't need to take these students at face value of what they say during the visa interview. These students who are coming here to not just study, but to commit these acts of atrocities and violence, they're telling us on social media that the answer is there. So again, this policy isn't designed to just stop good students from coming in, but instead it's there to limit the students that are coming in that are trying to desecrate and destroy property and educational institutions here, and bring in these good kids who are here to study. So to those students that are worried, as long as you're not, actively plotting to attack American institutions or against just American ideals, or planning on attacking and destroying property and publishing online that you're doing that, you're fine. You'll be allowed in. Once this policy comes into play and you're allowed to apply, you'll be able to come in. But it's these students who are here to destroy property and just don't reflect the ideals of America are the ones that are being targeted and will be removed from the country once it's discovered that they are actively posting on social media. They're telling us what they're doing. We don't need to look far. Just check their social media. ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ, അങ്ങ് നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റുഡൻറ് വിസ അറേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ കാര്യത്തിൽ വളരെ വർഷങ്ങളുടെ പരിചയം അങ്ങയുടെ സ്ഥാപനത്തിനുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന ഹാർവാർഡ് പോലെ, അല്ലെങ്കിൽ MIT പോലെ, കൊളംബിയ യൂണിവേഴ്സിറ്റി അല്ലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് കാത്തിരുന്ന് കഴിഞ്ഞ വർഷം തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വിസ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിക്കുന്നത് MFJ ഈ കാറ്റഗറിയിൽ പെടുന്ന വിസകൾക്കാണ് ഈ ക്യാച്ച് ആൻഡ് റിവോക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്നാണ്. അപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞതനുസരിച്ചിട്ട് സോഷ്യൽ മീഡിയ വെറ്റിംഗ് നടക്കുന്നു. ഇതെന്ന് തീരും? ചില വിദ്യാർത്ഥികളുടെ കേസിൽ 2 വർഷം മുമ്പൊക്കെ ഇട്ട പോസ്റ്റ് അതുവരെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് അവർക്ക് വിസ റദ്ദാക്കിയെന്ന് വിവരമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിസ ആപ്ലിക്കേഷൻ നൽകി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തായിരിക്കും ഇത് ടെമ്പററി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ഭാവി എന്താകും? അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? ഇപ്പോൾ പലരും വളരെ ടെൻസ്ഡ് ആണ്. പലരും നമ്മളെ തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ
ഓൾറെഡി കോൺസുലേറ്റിൽ വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. അതിന് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എപ്പോഴീ സോഷ്യൽ മീഡിയ വെറ്റിംഗ് കഴിയും, അവരുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടാകുക, ഇനി പോകുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം US കോൺസുലേറ്റിൽ ഒരു വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എത്ര കാര്യക്ഷമമായിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു നാവ് പിഴ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ പോലും ആ വിസ റിജക്റ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്? വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഈ ഐവി ലീഗ് യൂണിവേഴ്സിറ്റി പോയി പഠിക്കുക, അല്ലെങ്കിൽ US മുൻനിര യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ള ആഗ്രഹമാണ് എല്ലാ കുട്ടികൾക്കും. അപ്പൊ US അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് കാണുമ്പോൾ മാത്രമാണ് മറ്റ് രാജ്യങ്ങൾ, കാനഡ, UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ എപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ആശങ്കാജനകമാണ്. കാരണം വേറൊന്നുമല്ല, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിന്റെ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം US ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മേടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് ടെസ്റ്റുകൾ പാസ്സാകണം, അത് കഴിഞ്ഞ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണം, ഇതിന് ഫണ്ട് കണ്ടെത്തണം, ഇതെല്ലാം റെഡിയാക്കി ഒരു 1 ഇയറിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഒരു വിസയുടെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു തീരുമാനം വന്നത്. ഇത് മാതാപിതാക്കളിലും കുട്ടികളിലും വളരെ വലിയ ആശങ്കകൾ ഉളവാക്കും. പ്രത്യേകിച്ച് അവര് ഫണ്ടെല്ലാം റേസ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പം ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു രാജ്യത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് കേൾക്കുമ്പോൾ പേരൻസിന് എപ്പോഴും പേടിയാണ്. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു ദിവസം ക്ലാസ്സിൽ പോയില്ലേ, പിറ്റേ ദിവസം അവൻ വിസ റദ്ദാകുമോ, അല്ലെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചോ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും തൻ്റെ വിസ കാണുകയില്ലയോ എന്നൊക്കെയുള്ള പേടിയുള്ളു, അല്ലെങ്കിൽ അവിടെ നിന്ന് അവധിക്ക് വീട്ടിൽ വന്നിട്ട് തിരിച്ചു കയറാൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അതുകൊണ്ട് ഇത് ദൂരവ്യാപകമായ ഒരു ഫലം ഉണ്ടാകും. കാരണം ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊക്കെ അറിയാം ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസമാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു തിരിച്ചുവരവുണ്ട്. തിരിച്ചു വന്നു കഴിഞ്ഞാലും, അതായത് പഴയതുപോലെയൊക്കെ സ്മൂത്ത് ആയാൽ പോലും അതിന് തിരിച്ച് ഈ ആൾക്കാർ ഇത് വിശ്വാസം ആകണമല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ പോയി അവിടെ സെറ്റിലായി, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ പോയി പഠനം പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ഭൂരിഭാഗം ആൾക്കാർക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. ഇതിനെ സംബന്ധിച്ച് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഓരോ ആവറേജ് ഓരോ വർഷം ഇവിടുന്ന് പോകുന്നുണ്ട്. അത് എണ്ണം താരതമ്യേന ഇനി ഓപ്പൺ ആയാലും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അത് വളരെ ഗ്രാജുവലി അത് വളർന്നു വരുമെങ്കിൽ പോലും അത് ഒരു വലിയ ഇമ്പാക്റ്റ് ആണ്. പിന്നെ മനുഷ്യരെല്ലാം US എന്ന് പറയുമ്പോൾ ഒരു ലോകം മുഴുവൻ ഒരു കുടിയേറ്റ വിരുദ്ധതയുടെ ഒരു നയമാണ് ലോകം മുഴുവനും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് ഏറ്റവും മുൻനിരയിൽ നിന്ന് ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ അത് കുട്ടികളിലും മാതാപിതാക്കളിലും ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഇനി ഞാനെപ്പോഴും പോസിറ്റീവായി കാണുന്ന ഒരു വാചകമുണ്ട്. കാരണം ട്രംപ് ഈ ഇലക്ഷന് മുമ്പ് ഒരിക്കൽ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നത് വളരെ നല്ലതാണ്. കാരണം അവര് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാലും അണ്ടർ ഗ്രാജുവേഷൻ ആയാലും അവർ പഠിക്കാനായിട്ട് വരുന്നവരാണ്. മറ്റു പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രശ്നമെന്ന് ഒരിക്കൽ ട്രംപ് പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ എപ്പോഴും എപ്പോഴത്തെ പ്രസിഡന്റിന്റെ ഭരണകാലത്താണെങ്കിലും ഇതിനു ശേഷവും ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തെ കാണുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാവുമെങ്കിലും ഇത് താരതമ്യേന കൂടിക്കൂടി വരും. എപ്പോഴുള്ള കുട്ടികളെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ആശങ്കപ്പെടരുത്. എന്തായാലും US പോലെയുള്ള രാജ്യത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ സമയം എടുത്ത് സാവധാനം ഈ ലക്ഷ്യം തന്നെ പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ ഒരു പേരിൽ ആരും ബാക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്താൽ ഇതെല്ലാം ഓപ്പൺ ആവും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒക്കെ സ്മൂത്ത് ആകാനേ സാധ്യതയുള്ളൂ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെ, അങ്ങയുടെ ഒരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ജർമ്മനി, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, UK ഈ രാജ്യങ്ങളെല്ലാം തന്നെ കുടിയേറ്റക്കാർക്കും വിദ്യാർത്ഥികൾക്കും മേൽ വലിയ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പല മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ രാജ്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന നിയന്ത്രണം. കാനഡയുടെ കേസിലാണെങ്കിൽ അവിടെ താമസിക്കാൻ ആൾക്കാർക്ക് സ്ഥലമില്ല, അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ തൊഴിലില്ല എന്ന് പറയുന്ന കാരണങ്ങളൊക്കെയും പറയുന്നുണ്ട്. അപ്പോൾ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയൊരു ട്രെൻഡായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി സ്ഥാപനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരാണ് ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് ഇതൊരു ഭീഷണിയാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം വരും. അതായത് കോവിഡിന് ശേഷം ഒരു വലിയ തള്ളല് ലോകത്തെല്ലായിടത്തും ഉണ്ടായി. അതായത് ഒരു വെള്ളം തടഞ്ഞു വെച്ചിട്ട് തുറന്നു വിടുന്ന പോലെയായിരുന്നു കുട്ടികൾ എല്ലാ രാജ്യങ്ങളിലേക്ക് ഓടി കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിലൊരു മാറ്റം വന്നു. പലയിടത്തും തൊഴിലവസരങ്ങൾ കുറഞ്ഞു, പലയിടത്തും ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചെന്നപ്പോൾ അവിടെയെല്ലാം ഒരു കുടിയേറ്റ വിരുദ്ധത എല്ലാവരുടെ മനസ്സിലുണ്ടായി, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇനി പോയി പെട്ടെന്ന് ജോലി, അപ്പം US തന്നെയാണ് OPT ഒക്കെ ഇപ്പം വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതേപോലെ ബാക്കിയുള്ള സ്റ്റേ ബാക്ക് ആയാലും കാര്യങ്ങളിലൊക്കെ ചേഞ്ച് വരും. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ശരിയായി പഠിക്കാൻ പോകാനും പഠനത്തിന്റെ മികവനുസരിച്ച് ജോലി ലഭിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ള കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നായാലും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നായാലും ആൾക്കാർ കൂടുതലും പോയിക്കൊണ്ടിരുന്നതും നമ്മൾ പോകാൻ ആഗ്രഹിച്ചതും അവിടെ പഠിക്കുക, അവിടെ ജോലി ചെയ്യുക, സെറ്റിൽ ആകുക, അല്ലെങ്കിൽ PR വാങ്ങുക, സിറ്റിസൺഷിപ്പ് എടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. ആ ഒരു കാലഘട്ടമൊക്കെ ഇനി അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെ സംബന്ധിച്ച് ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പോവുകയും അവിടുത്തെ നല്ല സർവകലാശാലകളിൽ പഠിക്കുകയും നല്ല ജോലി വാങ്ങാനുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്ത്, അതേ രാജ്യത്താകണമെന്ന് പോലുമില്ല, പല രാജ്യങ്ങളിൽ അപ്ലൈ ചെയ്ത് നല്ല ജോലിയിലേക്ക് നേടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള, അതായത് നിലവാരമുള്ള ഒരു വിദേശ വിദ്യാഭ്യാസം ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ നിലനിൽപ്പുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. ശ്രീ പ്രേം വേലായുധൻ, ഇപ്പോൾ മാർക്കോ റൂബിയോ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും പലതവണ പറഞ്ഞു കഴിഞ്ഞു, പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം. പക്ഷെ പഠനം എന്ന് പറയുമ്പോൾ അതിൽ മറ്റു പല കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. നമ്മൾ എത്രയോ കാര്യങ്ങൾ പഠിക്കുന്നത് ഡിബേറ്റ് ചെയ്താണ്, പല ആശയങ്ങളെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ പഠനം എന്ന് പറയുന്നതിൽ ഇതെല്ലാം വരും. അപ്പോൾ ഇനി അതൊക്കെ ഇല്ലാതാകുമോ എന്ന് പറയുന്ന ഒരു ആശങ്കയുണ്ട്. രണ്ട്, ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രമല്ല, ലൈക്കുകളും കമൻറ്റുകളും പോലും സ്ക്രീൻ ചെയ്ത്, അതും AI-യുടെ ഒക്കെ സഹായത്തോടു കൂടെ സ്ക്രീൻ ചെയ്തിട്ടാണ് പല വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതും പല വിദ്യാർത്ഥികളെയും വിസ റദ്ദാക്കിയിട്ടുള്ളതും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഒരു വിധ്വംസക പ്രവർത്തനം നടത്തുന്നവരായിരിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്കൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാവണം. ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് പറയാമോ, ഇത് പറയാമോ, അങ്ങനെ ചിന്തിക്കാമോ, ഇങ്ങനെ ചിന്തിക്കാമോ, ഒരു കാര്യം പറയുമ്പോൾ അല്ലെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം എന്നൊക്കെ ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പോൾ അവർക്കൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്തായിരിക്കും ഒരു ലോയർ എന്ന നിലയിൽ? മറ്റൊന്ന്, ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾക്കൊക്കെ ഉള്ളിലെത്തിയ ആയിരിക്കുമല്ലോ, ഇവിടുന്ന് പഠിക്കാൻ വിടുന്ന കുഞ്ഞുങ്ങളെ ഒരു ദിവസം ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അവരുടെ കാര്യം എന്താ? അപ്പോൾ ഏത് രീതിയിലായിരിക്കും അവരുടെ മേലുള്ള നിയമ നടപടികൾ ഉണ്ടാവുക? വളരെ സൂക്ഷിച്ച് വേണം അവര് ഇവിടെ എന്ത് എക്സ്പ്രസ് ചെയ്യാനോ എഡിറ്റോറിയൽസ് എഴുതാനോ അതൊക്കെ ചെയ്യുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം. എന്ത് പൊസിഷനാണ് എടുക്കുന്നത്, എന്ത് പോളിസിക്ക് എതിരെയാണ് പറയുന്നത് എന്നൊക്കെ കുറച്ചുകൂടി ഗാധമായിട്ട് ആലോചിച്ച് പ്രവർത്തിച്ച ഇവർക്ക് കൊള്ളാം. ഞാൻ തന്നെ ഇവിടെ പഠിക്കാൻ വന്നതാണ്, ഇവിടെ LLM ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോ ഈ ഡിബേറ്റിംഗ് എന്ന് പറഞ്ഞുല്ലോ, ഒപ്പീനിയൻസ് പറയാൻ. Being a lawyer and having come here to study law, debating was part of my life, and I've taken several positions and I've spoken my mind very freely. എന്ന് വെച്ചിട്ട് I haven't crossed the line where it goes against any applicable law in the university or any applicable law in the state or the country. Apo Indians പൊതുവെ, all the Indians, they're very community oriented. They participate in a lot of political action groups. Sean Tanne, he is a Republican person. I have participated as a presidential finance co-chair for President Bush's campaign. So political activity അതൊക്കെ ആവാം, പക്ഷെ അതിന്റെ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അല്ലാതെ ഈ പബ്ലിക് സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുക, അങ്ങനത്തെ പൊളിറ്റിക്കൽ റൈറ്റിംഗ് ഒക്കെ അതൊക്കെ വളരെ മോശമാണ്. മറ്റൊരു കാര്യം ഐ വാണ്ടഡ് ടു സേ, ഇത് ഇപ്പോ ഈ സ്ക്രൂട്ടിനി വളരെ കാര്യമായിട്ട് സ്റ്റുഡൻസിന് ഇവിടെ വരാനായിട്ട് ബുദ്ധിമുട്ടാവാണെങ്കിൽ it's a great opportunity for countries like India. And then even in Kerala now, there is a initiative to bring in outside universities under Pinarayi Vijayan's government, which is a fantastic initiative. So this is a time for India to actually reach out and make academic alliances with all the major universities and bring in their campuses to India. It will work in two ways. India is growing, splendid growth prospects, and it'll be lesser money
and Indians can be Indians and there is a different type of employment visa which they can come in. They can open companies there. Even my company has branches there, and L1 instead of H1, they can still use the L1 visa to actually come to the United States. There would be a pathway of citizenship even then. അപ്പോ പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ അവരുടെ സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആണ്. അപ്പോ ഈ ആങ്സൈറ്റിയുടെ കാര്യം ഒന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. അവിടുന്ന് IIT-നും പിന്നെ ലോ അക്കാഡമി, പിന്നെ നാഷണൽ ലോ സ്കൂൾ, IIM അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ വരുന്ന ആൾക്കാർ, they study and they come here for a purpose. Our standard is very high, and US depends on that talent. അത് കാരണം ഇന്ത്യൻ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ഒരു ആശങ്ക വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ പ്രേം വേലായുധൻ. എന്തായാലും സമയം കുറവായതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം ഷോണിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. അപ്പോൾ കൂടുതൽ ചർച്ചകൾ നമുക്ക് വരും ആഴ്ചകളിൽ ചെയ്യാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. താങ്ക് യു വെരി മച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ, ശ്രീ പ്രേം വേലായുധൻ ആൻഡ് ശ്രീ ഷോൺ എബ്രഹാം. അപ്പോൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏത് രീതിയിലാണ് ഇത് രാജ്യാന്തര വിദ്യാർത്ഥികളെ ബാധിക്കുന്നത്. ഡോക്ടർ രഘുറാം രാജൻ പറഞ്ഞതുപോലെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ, അമേരിക്കയെ കെട്ടിപ്പടുത്ത വിദേശ വിദ്യാർത്ഥികൾ, അവരുടെ ആ ബൗദ്ധിക ശക്തി, അവരുടെ ചിന്താശേഷി, അതൊക്കെ ഏത് രീതിയിലാണ് ഇനി നിയന്ത്രിക്കപ്പെടുന്നത്, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാകട്ടെ. വീണ്ടും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹാർവാർഡിലേക്കും സ്റ്റാഫോർഡിലേക്കും ബോസ്റ്റണിലേക്കും ഒക്കെ നിരവധി വിദ്യാർത്ഥികൾ എത്തിച്ചേരട്ടെ. ആ ഒരു പ്രതീക്ഷയോടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.